section 9.2 the Banach open mapping theorem. Okay, Banach open mapping theorem statement ഇതാ നോക്കാം. Let x and y be Banach spaces and a from x to y be a bounded linear operator onto y, linear map onto y, then A is an open map, meaning that every open set O contained variable x, its image A of A is open. എന്ന് വെച്ചാൽ ഓപ്പൺ മാപ്പ് എന്ന് വെച്ചാൽ അർത്ഥം ഇതാണ്. എ എന്ന് പറയുന്ന ആള് എക്സ് നിന്ന് വൈയിലോട്ട് ഓപ്പൺ മാപ്പാണെന്ന് പറഞ്ഞ അർത്ഥം എക്സിനകത്തൊരു ഓപ്പൺ സെറ്റ് യു എടുത്താൽ എ ഓഫ് യു എന്തായിരിക്കും? ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. ഇതാണ്, അതായത് ഒരു ഓപ്പൺ സെറ്റിനെ എവിടേക്ക് തന്നെ കൊണ്ടുപോകും, ഓപ്പൺ സെറ്റിലോട്ട് കൊണ്ടുപോകുന്ന മാപ്പാണ് ഓപ്പൺ മാപ്പ്. എന്താ ബനാക് ഓപ്പൺ മാപ്പിൻ്റെ കാര്യത്തിൽ പറയണത്? എക്സും വൈയും ബനാക് സ്പേസ് ആണെങ്കിൽ, എ എന്ന് പറഞ്ഞ ബൗണ്ടഡ് ലീനിയർ മാപ്പാണെങ്കിൽ, ഓൺ ടു വൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്തായിരിക്കും എന്ന് പറയുന്നത്? ഒരു ഓപ്പൺ മാപ്പായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാം. ലെറ്റ് ഡി ബി ആൻ ഓപ്പൺ ബോൾ അറൗണ്ട് 0. ഓക്കെ, നൗ വി പ്രൂവ് ഡി ഈസ് പെർഫെക്റ്റ്ലി കോൺവെക്സ്. സോ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഡി ഒരു ഓപ്പൺ ബോൾ അറൗണ്ട് 0 ആണെന്നുകൊണ്ട് നൗ വി പ്രൂവ് ഡി ഈസ് പെർഫെക്റ്റ്ലി കോൺവെക്സ്. എങ്ങനെ കാണിക്കേണ്ടത്? ലെറ്റ് ടേക്ക് എ ബൗണ്ടഡ് സീക്വൻസ് xi element of D for every sequence of real numbers alpha i greater than 0 summation i equal to 1 to infinity alpha i equal to 1 എടുത്തിട്ടുണ്ട്. Now xi belongs to D ആണ് എടുത്തിട്ടുള്ളത്. xi belongs to D ആയതുകൊണ്ട് എന്താ പറയാൻ പറ്റും? നോം xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ സം m ഗ്രേറ്റർ ദാൻ 0. അല്ലെ, ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത് നോം xi ലെസ് ദാൻ ഈക്വൽ ടു m ഫോർ സം m ഗ്രേറ്റർ ദാൻ 0. Now we have to show that എന്ത് കാണിക്കണം? ആൽഫ i equal to 1 to infinity ആൽഫ i xi belongs to D ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? ഓക്കെ, ടു പ്രൂവ്, അതായത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? നോം ഓഫ് അമേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ എക്സ് ഐ ലെസ് ദാൻ ഈക്വൽ എം എന്ന് കാണിച്ചാലും മതി, അല്ലേ? ഈ ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് റേഡിയസ് 0 ആയിട്ട് സെൻറ്റർ റേഡിയസ് എം ആയിട്ട് സെൻറ്റർ 0 വരുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഡിയിൽ തന്നെ വന്ന് കിടപ്പുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കണമേ. ഓക്കെ, ദാറ്റ് ഈസ് നോം ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? സെപ്പറേറ്റ് സമ്മേഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് ആൽഫ ഐ സമ്മേഷൻ 1 ഈക്വൽ ടു ഇൻഫിനിറ്റി നോം ഓഫ് ആൽഫ ഐ എക്സ് ഐ. ഇതിനെ വീണ്ടും സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ ഇൻറ്റു മോഡുലസ് ഓഫ് ആൽഫ ഐ ഇൻറ്റു നോം എക്സ് ഐ ബൈ ഡെഫിനിഷൻ ഓഫ് നോം വെച്ച് മോഡ് ആൽഫ ഐ പുറത്തെടുത്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ ഇൻറ്റു ഈ ഓരോ നോം എക്സ് ഐക്ക് വരെ എന്ത് റീപ്ലേസ് ചെയ്തു? ക്യാപിറ്റൽ എം എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. സോ എം ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity മോഡ് ആൽഫ ഐ, അതെന്ന് പറയുന്നത് ആൽഫ ഐ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ദിസ് ഈസ് 1 ആണ്. സോ 1 ആയിപ്പോയി. ദാറ്റ് ഈസ് എന്ത് കിട്ടും നമുക്ക്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ എക്സ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ എക്സ് ഐ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിയിലെ മെമ്പറാണ് കിട്ടി. ദാറ്റ് ഈസ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഡി ഈസ് പെർഫെക്റ്റ്ലി കോൺവെക്സ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ഓക്കെ, നൗ എ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്, അല്ലേ? ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയാൻ പറ്റില്ല, ബൗണ്ടഡ് ലീനിയർ മാപ്പാണ്. ഓക്കെ, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സിന് എക്സിലോട്ടാവണം, ഇവിടെ എക്സിന് വൈയിലോട്ടാണ്, അതുകൊണ്ട് ഓപ്പറേറ്റർ അല്ലത് മാപ്പ് മാത്രമാണ്, ബൗണ്ടഡ് ലീനിയർ മാപ്പാണ്. ദെൻ എ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, എ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഐ ബിലോങ്സ് ടു ഡി ഇംപ്ലൈസ് എ എക്സ് ഐ ബിലോങ്സ് ടു എ ഓഫ് ഡി. ലെറ്റ് എ ഓഫ് ഡി ഈക്വൽ ടു എഫ് എന്നെടുത്തു. ടു പ്രൂവ് ദാറ്റ് എ ഓഫ് ഡി ഈക്വൽ ടു എഫ് ഈസ് പെർഫെക്റ്റ്ലി കോൺവെക്സ്. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് എ ഓഫ് ഡി, അതായത് എഫ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി കോൺവെക്സ് എന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വി വിൽ പ്രൂവ് എന്ത് കാണിക്കണം? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ ഇൻറ്റു എ എക്സ് ഐ ബിലോങ്സ് ടു എ ഓഫ് ഡി ഫോർ എവരി എഫ് equal to f for every bounded sequence axi belongs to a of d and for every sequence of real numbers alpha i greater than equal to 0 and summation i equal to infinity alpha i equal to 1. Clearly axi is bounded. എന്തുകൊണ്ടാണ്? ഇതാണ് എക്സ് ഐ എന്ന് പറയുന്നത് ഇതൊരു ബൗണ്ടഡ് ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ബൗണ്ടഡ് ലീനിയർ മാപ്പാണ്. ബൗണ്ടഡ് ലീനിയർ മാപ്പിന് മാത്രം അതിന് അർത്ഥം തന്നെ എന്താണ്? എ ഓഫ് എക്സ് ഐ എന്തായിട്ട് വരുന്നതാണ്? ബൗണ്ടഡ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഓക്കെ, ദാറ്റ് ഈസ് എ എക്സ് ഐ ലെസ് ദാൻ ഈക്വൽ എന്ത് എഴുതാം? സി ഇൻറ്റു നോം എക്സ് ഐ എന്നുള്ളതാണ് കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ. നോം എക്സ് ഐ ലെസ് ദാൻ നോം എക്സ് ഐ ബൗണ്ടഡ് സീക്വൻസ് ആയതുകൊണ്ട് ലെസ് ദാൻ ഈക്വൽ സി എം ആവും. ബൗണ്ടഡ് സെറ്റിനെ ബൗണ്ടഡ് സെറ്റിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ അർത്ഥം, ബൗണ്ടഡ് ലീനിയർ മാപ്പിൻ്റെ അർത്ഥം തന്നെ. ഓക്കെ, നൗ കൺസിഡർ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ ഇൻറ്റു എ എക്സ് ഐ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity എ ഓഫ് ആൽഫ ഐ എക്സ് ഐ ലീനിയർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് എ ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ആൽഫ ഐ എക്സ് ഐ. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇതിനെ ഇങ്ങനെ എഴുതാം, അല്ലേ?
ഇതെന്ന് പറയുന്നത് ഈ ആൽഫ ഇതെന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും സമ്മേഷൻ ഈക്വൽ ടു ആൽഫ എക്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ ഡിയിലെ മെമ്പർ ആയിരിക്കും. കാരണം എന്താ, ഡി ഒരു പെർഫെക്റ്റ്ലി കോൺവെക്സ് സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ആൾ എവിടെ ഉണ്ടാവും, ഉറപ്പായിട്ടും എഫ് തന്നെ ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് എഫ് എന്തായി മാറി, പെർഫെക്റ്റ്ലി കോൺവെക്സ് സെറ്റായി മാറി. ദാറ്റ് ഈസ് എ ഓഫ് ടി ഈക്വൽ ടു എഫ് ഈസ് എ പെർഫെക്റ്റ്ലി കോൺവെക്സ് സെറ്റ്. ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ ഒരു ക്ലെയിം പ്രൂവ് ചെയ്യാൻ പോകണം. എഫ് ഈസ് ഓപ്പൺ. എഫ് ഓപ്പൺ ആണെന്ന് കാണിക്കാൻ. എഫ് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ എന്താ, എഫിൽ ഏത് പോയിന്റ് എടുത്താലും അതിന് ചുറ്റും ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആ നൈബർഹുഡ് എവിടെ തന്നെ ഉണ്ടാവും, എഫിനകത്ത് തന്നെ ഉണ്ടാവും. ലെറ്റ് സെൽ ബിലോങ്സ് ടു എഫ്, ലെറ്റ് ഡബ്ല്യു ബിലോങ്സ് ടു ടി സച്ച് ദാറ്റ് സെഡ് ഈക്വൽ ടു എ ഡബ്ല്യു. അതായത് ഇമേജിലെ പോയിൻ്റാണ് എഫ് എന്ന് പറഞ്ഞാൽ എ ഓഫ് ഡി ആണ്. അതുകൊണ്ട് ഓൺ ടു മാപ്പ് ആയതുകൊണ്ട് ഏത് പോയിന്റ് എടുത്താലും കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഉണ്ട്. ഓക്കെ, സോ ഓപ്പൺ മാപ്പിൻ്റെ കാര്യത്തിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടിന്യൂസും ഓൺ ടു മാപ്പ് ആണെങ്കിൽ അത് ഓപ്പൺ മാപ്പ് ആവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നൗ വി വിൽ ഷോ ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് എഫ്. ദാറ്റ് ഈസ് എഫ് ഈസ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു സെൻറ്റർ ഓഫ് എഫ്. Now center of k definition, that is center of k equal to x element of k such that for every y element of x there is alpha greater than 0 with alpha y plus 1 minus lambda into x belongs to k for every 0 less than equal to lambda less than equal to alpha ആയിരുന്നു. ഡി ഒരു ഓപ്പൺ ബോൾ ആണ്. ഡി ഓപ്പൺ ബോൾ ആയതുകൊണ്ട് ഡി ഈസ് ഓപ്പൺ സെറ്റ് ആണ്. ഇനി ഓപ്പൺ സെറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഡിയും ഡിയുടെ ഇൻറ്റീരിയർ പോയിൻറ്റ്സും സെയിം ആണ്. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു ഡി ഇൻറ്റീരിയർ ആണ്. ഇനി തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 9.1.3 തിയറത്തിൽ കെ ഈസ് എം പെർഫെക്റ്റ്ലി കോൺവെക്സ് സെറ്റ് ആണ് ഇൻ എ ബനാക് സ്പേസ് ആണെങ്കിൽ കെ ഇൻറ്റീരിയർ ഈക്വൽ ടു സെൻറ്റർ ഓഫ് കെ ഈക്വൽ ടു സെൻറ്റർ ഓഫ് കെ ക്ലോഷർ ഈക്വൽ ടു കെ ക്ലോഷർ ഇൻറ്റീരിയർ. ഹിയർ നമുക്ക് എന്തറിയാം, ഡി ഈക്വൽ ടു ഡി ഇൻറ്റീരിയർ ആണ്. ഡി ഒരു പെർഫെക്റ്റ്ലി കോൺവെക്സ് സെറ്റ് ആണ് ബനാക് സ്പേസിലെ. സോ ബൈ 9.13 തിയറം പ്രകാരം പറയാൻ പറ്റും ഡി ഇൻറ്റീരിയർ ഈക്വൽ ടു സെൻറ്റർ ഓഫ് ഡി ഈക്വൽ ടു ഇംപ്ലൈസ് എന്താണ്, ഡി ഈക്വൽ ടു ഡി സെൻറ്റർ ഓഫ് ഡി അല്ലേ. കാരണം ഡി ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഡി ആണ്, കാരണം ഓപ്പൺ ആയതുകൊണ്ട് ഇത് വരും ബൈ 9.13 പ്രകാരം. നൗ ഡി ഈക്വൽ ടു സെൻറ്റർ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ദർ എക്സ്റ്റെൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 സോ ദാറ്റ് ദർ എക്സ്റ്റെൻഡ് എ ഗ്രേറ്റർ ദാൻ 0 സോ ദാറ്റ് for every 0 less than equal to lambda less than equal to a we have lambda x plus 1 minus lambda into w element of d. That implies there is an a greater than 0 with lambda x plus 1 minus lambda into w belongs to d for every 0 less than equal to lambda less than equal to a. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, എ അപ്ലൈ ചെയ്യുക. എ അപ്ലൈ ചെയ്ത് എന്താ ഉണ്ടാവുക, എ എടുത്താൽ എ ഓഫ് എപ്സിലോൺ എക്സ് പ്ലസ് 1 മൈനസ് എപ്സിലോൺ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ലീനിയാരിറ്റി പ്രകാരം എന്തായി മാറും, ലാംഡ ഇൻറ്റു എ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എ ഡബ്ല്യു ആയി മാറും. ദാറ്റ് ഈസ് ലാംഡ വൈ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു സെഡ് ആയി മാറും. ബിലോങ്സ് ടു എ ഓഫ് ഡി ആണ് അല്ലേ. ദാറ്റ് ഈസ് നമുക്കിവിടെ നിന്ന് എന്ത് കിട്ടും, എഫിലെ ഏത് മെമ്പർ എടുത്താലും കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു സെൻറ്റർ ഓഫ് എഫ് ആണ് കിട്ടും അല്ലേ. കാരണം എന്താ, നമുക്ക് എടുത്തിട്ടുള്ള പ്രകാരം അസംഷൻ പ്രകാരം സെഡ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്, നമ്മൾ സ്റ്റാർട്ടിങ് സെഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് നമ്മളെടുത്ത എഫ് എന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ എന്താ കിട്ടിയത്, സെഡ് എവിടെയുണ്ടെന്ന് കിട്ടി, സെഡ് എഫിൻ്റെ സെൻറ്ററിലുണ്ടെന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് എഫ് ഈസ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു സെൻറ്റർ ഓഫ് എഫ്. ആൾസോ നമുക്ക് എന്താ അറിയാം, എഫ് ഈസ് സെൻറ്റർ ഓഫ് എഫ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു എഫ് ആണെന്ന് അറിയാം ബൈ ഡെഫിനിഷൻ ഓഫ് കേർണൽ അല്ലേ. സെൻറ്റർ ഓഫ് എഫ് എപ്പോഴും കണ്ടെയ്ൻഡ് എഫ് ആണെന്ന് എന്ത് കിട്ടും, നമുക്ക് ഇവിടുന്ന് ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് എഫ്. ആൾസോ എഫ് ഈക്വൽ ടു എ ഓഫ് ഡി ഈസ് എ പെർഫെക്റ്റ്ലി കോൺവെക്സ് ബനാക് സ്പേസ് വൈ. സോ ബൈ തിയറം നമുക്ക് എന്താ അറിയാം, എഫ് ഇൻറ്റീരിയർ എന്തായിരിക്കണം, സെൻറ്റർ ഓഫ് എഫിനോട് സെയിം ആയിരിക്കണം. 9.1.3 തിയറം വീണ്ടും യൂസ് ചെയ്യുന്നു ഇവിടെ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും, എഫ് ഇൻറ്റീരിയർ ഈക്വൽ ടു എഫ് ആണ് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഈസ് ഓപ്പൺ. ഓക്കെ, നൗ അസ്യൂം ദാറ്റ് 0 ഈസ് ആൻ ഓപ്പൺ സെറ്റ് ഇൻ എക്സ് ആൻഡ് y belongs to a of 0. That is y equal to ax and x belongs to d of x comma epsilon contained or equal to contained or equal to 0 contained or equal to O. Let assume that O is an open set in x and y element of a of O. Y equal to ax, y equal to ax, x element of d of x comma epsilon contained or equal to O, where d of x comma epsilon is an open ball of radius epsilon greater than 0 and centered at x.
വി നോ ദാറ്റ് എന്തറിയാം, ഇതിനെങ്ങനെ എഴുതാം, എക്സ് പ്ലസ് ഡി ഓഫ് 0, എപ്സിലോൺ ഈക്വൽ ടു ഡി ഓഫ് എക്സ്, എപ്സിലോൺ. ഇതിലെന്ത് ചെയ്യുക, ഇതിൽ എ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും, എ ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് 0, എപ്സിലോൺ ഈക്വൽ ടു എ ഓഫ് എക്സ്, എപ്സിലോൺ. എ ഓഫ് ഡി ഓഫ് എക്സ്, എപ്സിലോൺ, ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് ലീനിയാരിറ്റി പ്രകാരം എ എക്സ് പ്ലസ് എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോൺ ഈക്വൽ ടു എ ഓഫ് ഡി ഓഫ് എക്സ്, എപ്സിലോൺ. ദാറ്റ് ഈസ് എന്ത് പറയാൻ പറ്റും, എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോൺ ഈക്വൽ ടു എ ഓഫ് ഡി ഓഫ് എക്സ്, എപ്സിലോൺ മൈനസ് എ എക്സ്. So clearly a of d of 0, epsilon is open. അതിൻ്റെ അർത്ഥം എന്താ, എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോൺ എന്ന് പറയുന്നത് ഈക്വൽ ടു എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോണിൻ്റെ ഇൻറ്റീരിയർ ആണ്. എന്തുകൊണ്ട് എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോൺ എന്ന് പറയുന്നത്, എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോൺ എന്ന് പറയുന്നത് എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോണിൻ്റെ ഇൻറ്റീരിയറായി മാറിയത്, കാരണം നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത്, ഒരു സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എഫ് അങ്ങനത്തെ സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോളിൻ്റെ ഇമേജ് ആയിരുന്നു അതിൽ എഫ് എന്ന് പറയുന്നത്. ആ എഫിന് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഫ് എന്ന് പറയുന്നതും എഫിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് സെയിം ആണ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് പ്രകാരമാണ് നമ്മളിവിടെ പറഞ്ഞത് ഡി ഓഫ് 0, എപ്സിലോൺ എന്ന് പറയുന്നത് സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോളാണ്. അതിൻ്റെ ഇമേജ് ആണ് എ ഓഫ് ഡി ഓഫ് 0, എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഇൻറ്റീരിയറും സെയിം ആയിരിക്കും. ഇനി എ ഓഫ് ഡി ഓഫ് എക്സ്, എപ്സിലോൺ മൈനസ് എ എക്സ് ഈക്വൽ ടു എ ഓഫ് എ ഡി ഓഫ് എക്സ്, എപ്സിലോൺ ഇൻറ്റീരിയർ മൈനസ് എ എക്സ്, ഇക്വേഷൻ ബി എന്നിരിക്കുക. ബിയിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു എ ഓഫ് ഡി ഓഫ് എക്സ്, എപ്സിലോൺ മൈനസ് എ എക്സ് ഈക്വൽ ടു എ ഓഫ് ഡി ഇൻറ്റീരിയർ എക്സ്, എപ്സിലോൺ മൈനസ് എ എക്സ്, ദാറ്റ് ഈസ് k minus x whole interior equal to k interior minus x, that is equal to a of d of x, epsilon equal to a of d interior x, epsilon, that is a of d of x, epsilon is open. ഇത് ബിയുടെ പ്രൂഫ് ഇവിടെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിൻസ് y ഈക്വൽ ടു എ എക്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, y ഈക്വൽ ടു എ എക്സ് ആണ്. അതോടെ ഉണ്ട് y ഈക്വൽ ടു എ എക്സ് ബിലോങ്സ് ടു എ ഓഫ് ഡി ഓഫ് എക്സ്, എപ്സിലോൺ. സിൻസ് എ ഈസ് കണ്ടിന്യൂസ്, y ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ ഓഫ് ഡി ഓഫ് എക്സ്, എപ്സിലോൺ. y ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് AO, that is AO is open in y.